ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ തൊഴിൽ രീതിയുടെ എക്സാം ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കറണ്ട് അഫെയർസ് ആണ് ഇന്ന് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കുറച്ച് പേരാണ് ചോദിച്ചായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറണ്ട് അഫെയർസ് അപ് ടു ഡേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെ നമ്മൾ കിട്ടുന്ന കറണ്ട് അഫെയർസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പെട്ടെന്നൊന്ന് വന്നിട്ട് കറണ്ട് അഫെയർസ് ഒന്ന് പഠിച്ചു പോകാൻ പറ്റുമല്ലോ ഇത് ഈ ചാനലിൽ കയറുകയാണെങ്കിൽ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടൈം ടേബിളിൽ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടെന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഒരു 5K വ്യൂസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിനൊക്കെ തന്നെ നമ്മുടെ പദശുദ്ധി മലയാളം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഏരിയയിൽ പദശുദ്ധിയുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോൾ ആ വ്യൂസ് കുറഞ്ഞു. തേർഡ് വീഡിയോ ആയപ്പോഴത്തേക്കും വ്യൂസ് നല്ല പോലെ കുറഞ്ഞു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ തേർഡ് വീഡിയോയും ഫോർത്തും ഫിഫ്ത്തും വീഡിയോ കാണുന്നവർ, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ കാണുന്നവരും ചെയ്യുന്നവരും പഠിക്കുന്നവരും ആലോചിക്കുക. കോമ്പറ്റീഷൻ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ടഫല്ല. നമ്മൾ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? അവർ ടൈം ടേബിൾ സെറ്റ് ആക്കുന്നു, റൂം ക്ലീൻ ആക്കുന്നു, പഠിക്കാനുള്ള എല്ലാം റെഡിയാക്കുന്നു. പക്ഷേ അവർ പഠിക്കുന്നില്ല അല്ലേ? ലിറ്ററലി അവരെന്ത് ചെയ്യുന്നില്ല? എഫേർട്ട് ഇടുന്നില്ല. എഫേർട്ട് ഇട്ടാലല്ലേ നമുക്ക് നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് കുറയും, സക്സസിലോട്ട് എത്തുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വർക്ക് ചെയ്യുന്നവർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ബി കോൺഫിഡൻറ്റ്. ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പാത്തിലെത്തും. ഇപ്പം പറയാനാണെങ്കിൽ ഞാനിപ്പോൾ എനിക്കിന്ന് അത്യാവശ്യം പനിയുണ്ട്, ഫീവറാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമ്മളിപ്പം യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്കിന്ന് വീഡിയോ ഇടാൻ വയ്യ അല്ലെങ്കിൽ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഇനേർഷ്യ എന്നൊക്കെ പറയത്തില്ലേ? നമ്മൾ ഇന്ന് വയ്യ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലായിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വയ്യ അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ബ്രഷപ്പ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊന്ന് പഠിച്ചു പോവുക. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് കറണ്ട് അഫെയർസ് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കൺസിസ്റ്റൻ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ടയേർഡാവും, നമ്മൾ വീക്കാവും, നമുക്ക് പനി വരും, നമുക്ക് തിരക്കുകൾ വരും, കല്യാണം വരും, പിന്നെ ഫ്രണ്ട്സ് വരും, റിലേറ്റീവ്സ് വരും, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം, പിന്നെ അതിൻ്റെ ക്ഷീണം കാണും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ആലോചിച്ച് നമ്മൾ ലൈഫിൽ കാണും. പക്ഷേ നിങ്ങൾക്ക് ഈ ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിക്കുന്ന എന്തിനാന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പം പഠിച്ചു കഴിഞ്ഞാലേ എനിക്ക് ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പറ്റൂ, പഠിച്ചു കഴിഞ്ഞാലേ എനിക്ക് എന്തേ ഉള്ളൂ നിലനിൽപ്പുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് വർക്ക് ചെയ്യും. അല്ല എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല, കിട്ടിയാൽ കൊള്ളാം എന്നുള്ള മൈൻഡ് സെറ്റാണെങ്കിൽ കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം. കിട്ടിയാൽ കൊള്ളാം, ഓക്കെ, പറ്റുന്ന ആൾക്കൊക്കെ പഠിക്കാം. അതല്ല, നമുക്ക് അത് കിട്ടിയേ പറ്റൂ. ഇത് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിട്ടും. അല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മാക്സിമം കണ്ട് അതിനകത്തുള്ള ബെനിഫിറ്റ് നേടിയെടുക്കാൻ ശ്രമിക്കും. കാരണം എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുകയും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുന്ന എക്സാമുകളിൽ നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു സംഭവമായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്ന് ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അപ്പോൾ നമ്മളിന്ന് എക്സാം ഫോക്കസ് ഏരിയ നോക്കുകയാണ്, കറണ്ട് അഫെയർസ് നോക്കുകയാണ്. ഞാൻ കുറച്ച് വീക്കാണ്, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും എറേഴ്സൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കറണ്ട് അഫെയർസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? നിലവിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഇപ്പോൾ ആരാണ് നമ്മുടെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ? അറിയാവോ? ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ? മുമ്പത്തെ റിസർവ് ബാങ്ക് ഗവർണർ അറിയാവോ? ഓക്കെ, ഇപ്പം നമ്മുടെ ഗവർണർ ഞാൻ പൊട്ടിപ്പിടിക്കാം. ആരാന്ന് നോക്കി പറഞ്ഞേ. സഞ്ജയ് മൽഹോത്ര, സഞ്ജയ് ഖന്ന, ശക്തികാന്ത ദാസ്, ഊർജിത് പട്ടേൽ. ആരാണ്? ഓക്കെ, ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്രയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നോക്കിയോ, 2024 ഡിസംബർ 11-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി സഞ്ജയ് മൽഹോത്ര സ്ഥാനമേറ്റു. അപ്പോൾ ബുക്കിനകത്തോട്ട് എഴുതിക്കോ. ബുക്ക് എടുത്ത് വെച്ചേക്കണം, പെയിൻ എടുത്ത് വെച്ചേക്കണം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന കേട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യരുത്. അല്ല നിങ്ങൾക്ക് ഭയങ്കര തിരക്കാണ്, ജസ്റ്റ് കേട്ട് പോവുക, പിന്നെ സമയം കിട്ടുമ്പോൾ എഴുതി മാറ്റാന്നുള്ളവരാണെങ്കിൽ കേട്ടോ കുഴപ്പമില്ല. അല്ലാത്തവർ ബുക്കിലോട്ട് മാറ്റി എഴുതുക. എന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഗവർണറായിട്ട് ചുമതലയേറ്റത്, സ്ഥാനമേറ്റത്. 2024 ഡിസംബർ 11-നാണ്. എത്രാമത്തെ ഗവർണറാണ്? 26. അപ്പോൾ എത്രാമത്തെ ഗവർണറാണ്? 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. എന്നാ ചുമതലയേറ്റത്? 2024 കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഡിസംബറിലാണ് ചുമതലയേറ്റത്. ഓക്കെ,
ഇതിന് മുമ്പ് ആരായിരുന്നു? 25ാമത്തെ വ്യക്തി ആരായിരുന്നു? ശക്തികാന്ത ദാസ്. ഓപ്ഷനിലുണ്ട്, ശക്തികാന്ത ദാസ് ആയിരുന്നു ഇതിന് മുന്നത്തെ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 സെക്ഷൻ 8(1)A ആണ് ഗവർണറുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ 34 1934 സെക്ഷൻ 8(1)A എന്ത് നമ്മുടെ ഗവർണറുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 സെക്ഷൻ 8(1)A നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡിൽ 21 അംഗങ്ങളാണ് മൊത്തം വേണ്ടത്. എത്ര അംഗങ്ങൾ? 21 അംഗങ്ങൾ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബോർഡിൽ മൊത്തം 21 അംഗങ്ങളാണ് വേണ്ടത്. ഇനി 2025 ഏപ്രിൽ 2 RBI ഡെപ്യൂട്ടി ഗവർണറെ ചുമതലയേറ്റ വനിത ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂനം ഗുപ്തയാണ്. എന്താ 2025 ഏപ്രിൽ 2 RBI ഡെപ്യൂട്ടി ഗവർണറെ ചുമതലയേറ്റ വനിത. അപ്പം ഡെപ്യൂട്ടി ഗവർണറാകുന്ന 4ാമത്തെ വനിതയാണ് പൂനം ഗുപ്ത. അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. KJ ഉദ്ദേശിയാണ് RBI ഡെപ്യൂട്ടി ഗവർണറെ ആദ്യ വനിത. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ വനിത RBIയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായ RBI ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത KJ ഉദ്ദേശിയാണ്. ഇനി തന്നിരിക്കുന്നതിൽ 97ാമത്തെ ഓസ്കാറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പം ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. എന്താ ഇതിനകത്ത് കണ്ട ഒന്ന് മികച്ച ചിത്രം അനോറയാണ്. നമ്മുടെ 97ാമത്തെ ഓസ്കാറായിട്ട് ബന്ധപ്പെട്ട് മികച്ച ചിത്രം അനോറയാണ്. അതുകൊണ്ട് തന്നെ മികച്ച സംവിധായകൻ സീൻ ബേക്കറാണ് മികച്ച സംവിധായകൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ന്യൂയോർക്ക് നഗരത്തിലെ ലൈംഗിക തൊഴിലാളിയായ അനോറയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് അനോറയ്ക്ക് ആകെ 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. അപ്പോൾ സിനിമ കാണാൻ ശ്രമിക്കുക കേട്ടോ. 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത് അനോറയ്ക്ക്. അതിൻ്റെ തീം എന്താ? ന്യൂയോർക്ക് നഗരത്തിലെ ലൈംഗിക തൊഴിലാളിയായ അനോറയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് അനോറ. മികച്ച ചിത്രം, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ, എഡിറ്റിംഗ് എന്നിവയാണ് അനോറയ്ക്ക് പുരസ്കാരം ലഭിച്ച മേഖലകൾ. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ അഡ്രിയൻ ബ്രോഡി മികച്ച നടനുള്ള പുരസ്കാരം നേടി. ബ്രോഡിയുടെ 2ാമത്തെ ഓസ്കാറാണിത്. ദ ബ്രൂട്ടലിസ്റ്റ് സിനിമയുടെ പേരുണ്ട് ദ ബ്രൂട്ടലിസ്റ്റ്. ആ ചിത്രത്തിനകത്ത് അഭിനയിച്ചതിന് അഡ്രിയൻ ബ്രോഡിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മിക്കി മാഡിസൺ ആണ് മികച്ച നടി. മികച്ച നടി ആരാ? മികച്ച നടി മിക്കി മാഡിസൺ. ക്ലിയർ ആയല്ലോ? മികച്ച ചിത്രം അനോറ, മികച്ച നടി മിക്കി മാഡിസൺ, പിന്നെ അതുപോലെ തന്നെ മികച്ച സംവിധായകൻ സീൻ ബേക്കർ. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രമായ ബ്ലെസ്സി സംവിധാനം നിർവഹിച്ച സിനിമ ഏതാ? ആടുജീവിതം. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായി പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രമാണ് സന്തോഷ്. ഈ 97ാമത്തെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു ഏത്? സന്തോഷ്. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിലുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിരൺ റാവുവിൻ്റെ ലാപ്പതാ ലേഡീസ് ആണ്. ഇത് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ ഓസ്കാർ പുരസ്കാരത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ കിരൺ റാവുവിൻ്റെ ലാപ്പതാ ലേഡീസ് ആണ്. നല്ല സിനിമ കേട്ടോ, ലാപ്പതാ ലേഡീസ്. 1929 ഓസ്കാർ പുരസ്കാരം നൽകി തുടങ്ങിയത്. അത് പഠിച്ചിരിക്കണം. 1929 ഓസ്കാർ പുരസ്കാരം. അപ്പോൾ 1929 മുതലാണ് ഓസ്കാർ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. അപ്പോൾ ഇയർ പഠിച്ചിരിക്കണം. 1929 തൊട്ടാണ് ഓസ്കാർ കൊടുത്തു തുടങ്ങിയത്. ഇത് നോക്കിയേ, ദ JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൈസ് വാല്യൂ ഉള്ള അല്ലെ പ്രൈസ് മണി കൊടുക്കുന്ന ഒരു ലിറ്ററേച്ചർ അവാർഡായിരുന്നു. അത് നിർത്തലാക്കി. അപ്പോൾ അതിനെ പറ്റിയുള്ള ന്യൂസാണ്. 2025 നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരം JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് കൃതികൾക്കും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ കൃതികൾക്കുമാണ് JCB പുരസ്കാരം നൽകിയിരുന്നത്. അപ്പം നല്ല ഒരു സംഭവമായിരുന്നു അത്. അപ്പം ഇപ്പം നിർത്തലാക്കി. 25 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ നൽകിയിരുന്ന പുരസ്കാരം. തർജ്ജമ ചെയ്ത പുസ്തകങ്ങളുടെ വിവർത്തനങ്ങൾക്ക് 10 ലക്ഷം നൽകും. അപ്പം 25 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതായിരുന്നു JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ. 25 ലക്ഷം രൂപയും ശില്പവുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ആരാണ് കൊടുത്തുകൊണ്ടിരുന്നത്? JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ക്ലിയർ ആയല്ലോ? 2024 ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ എന്ത് ചെയ്യുന്നു? മീനിങ് ഓഫ് ലൈഫിന് വേണ്ടി സെർച്ച് ചെയ്യുന്നു എന്ന കൃതിക്കകത്ത് അവസാന പുരസ്കാരം ലഭിച്ചത്. അതൊന്ന് നോക്കി വെച്ചേക്കണം. 2024 അവസാനം
ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് അവസാനം പുരസ്കാരം കിട്ടിയത്. 2018 ആദ്യമായി JC പുരസ്കാരം നൽകാൻ ആരംഭിച്ചത്. 2018 ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിൻ്റെ വിവർത്തനത്തിനായാണ് പ്രഥമ പുരസ്കാരം ലഭിച്ചത്. ഫസ്റ്റ് പുരസ്കാരം കിട്ടിയത് ആർക്കാ? ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിനാണ് ആദ്യം കിട്ടിയത്. ഷഹനാസ് ഹബീബാണ് ജാസ്മിൻ ഡേയ്സ് എന്ന പേരിലുള്ള ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് പരിഭാഷകളിൽ കിട്ടുന്നത്. അപ്പോൾ അത് ജാസ്മിൻ ഡേയ്സ്, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ജാസ്മിൻ ഡേയ്സ് എന്ന പേരിൽ മാറ്റി എഴുതിയത് ആരാന്ന് വെച്ചാൽ ഷഹനാസ് ഹബീബാണ്. ഷഹനാസ് ഹബീബ്. അതിനാണ് ആദ്യം 2018 കിട്ടിയത്. 2020 S. ഹരീഷിൻ്റെ മീശ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മൊസ്റ്റാച്ച്, അതിനാണ് പുരസ്കാരം ലഭിച്ചത്. ജയശ്രീ കളത്തിൽ ആയിരുന്നു ഇംഗ്ലീഷ് പരിഭാഷക. ക്ലിയർ ആയല്ലോ. 2021 M. മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. EV ഫാത്തിമയും K. നന്ദകുമാർ ചേർന്നാണ് പരിഭാഷ നിർവഹിച്ചത്. 3 തവണയാണ് മലയാള കൃതികളുടെ പരിഭാഷകൾക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കണ്ടപ്പോൾ 3 പേരുകൾ മനസ്സിലായ മീശയും ജാസ്മിൻ ഡേയ്സും പിന്നെ അതിനൊക്കെ ഡൽഹിയെ സോളിലോക്ക് അല്ലെങ്കിൽ ഡൽഹി ഗാഥകൾ എന്ന M. മുകുന്ദൻ്റെ 2021 അതിനും കിട്ടിയത്. ക്ലിയർ ആയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിഭാഷകർ ആരൊക്കെയാണെന്നും എത്ര വട്ടം അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നും ആദ്യം 2018 അവാർഡ് കിട്ടിയെന്നൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ ആയില്ല. അപ്പോൾ JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ എത്ര സമ്മാന തുക എന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപയാണ്. അത് 2024 ലാസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് നിർത്തലാക്കി. 2018 നൽകാൻ ആരംഭിച്ചത്. 2018 ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ജാസ്മിൻ ഡേയ്സ് എന്ന കൃതിക്കാണ് അത് കിട്ടിയത്. അതിൻ്റെ പരിഭാഷക ആരാന്ന് വെച്ചാൽ ഷഹനാസ് ഹബീബാണ്. 2020 മൊസ്റ്റാച്ച് എന്ന ആരുടെ പിന്നെ നമ്മുടെ S. ഹരീഷിൻ്റെ നോവലിന് കിട്ടി. അതിന് മാറ്റി എഴുതി ജയശ്രീ കളത്തിലായിരുന്നു. പിന്നെ അതിനൊക്കെ തന്നെ M. മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ 2021 2018, 20, 21. ക്ലിയർ ആണല്ലോ. അത് ലഭിച്ചത് EV ഫാത്തിമയും K. നന്ദകുമാറും ചേർന്നാണ് പരിഭാഷ നിർവഹിച്ചത്. ക്ലിയർ ആണല്ലോ. ISRO മുൻ ചെയർമാൻ K. കസ്തൂരംഗൻ അന്തരിച്ചതെന്ന്. അപ്പോൾ എന്താ അന്തരിച്ചത്? 2025 ഏപ്രിൽ 25 അദ്ദേഹം 1994 മുതൽ 2003 വരെ ISROയുടെ 5ാമത്തെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചു. എത്രാമത്തെ ചെയർമാനാണ് കസ്തൂരംഗൻ എന്ന് വെച്ചാൽ 5ാമത്തെ ചെയർമാനായിട്ട് 1994 മുതൽ 2003 വരെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1994 മുതൽ 3 വരെ. ക്ലിയർ ആയല്ലോ. ഇനി 2003 തൊട്ട് 2009 വരെ രാജ്യസഭാ അംഗമായിരുന്നു ആര്? കസ്തൂരംഗൻ. ക്ലിയർ ആയല്ലോ. ഇവിടെ ഇനി നമ്മുടെ ഭാസ്കര 1 അദ്ദേഹം ഭാസ്കര 1, ഭാസ്കര 2 എന്നീ ഉപഗ്രഹങ്ങളുടെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു. ബാംഗ്ലൂരുവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. ഭാസ്കര 1, ഭാസ്കര 2 എന്നീ ഉപഗ്രഹങ്ങളുടെ പ്രോജക്ട് ഡയറക്ടറാണെന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. 5ാമത്തെ ISRO ചെയർമാനായിരുന്നു. 5ാമത്തെ ഏത് കാലഘട്ടം? 1994, 2003. മറന്നുപോലെ. 1982 പത്മശ്രീയും 1992 പത്മഭൂഷണും 2000 പത്മവിഭൂഷണും ലഭിച്ചു. അപ്പോൾ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷണൊക്കെ പഠിക്കേണ്ട സംഭവങ്ങളാണ്. നമ്മൾ റാങ്ക് ഫയലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. 1982 പത്മശ്രീ, 92 പത്മഭൂഷൺ, 2000 പത്മവിഭൂഷണം ലഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് മാധവ് ഗാഡ്ഗിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പുനഃപരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാനായിരുന്നു. അപ്പം പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ കാര്യം അറിയാലോ. മാധവ് ഗാഡ്ഗിൽ ആണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചായിരുന്നല്ലോ. അതിൻ്റെ പുനഃപരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാനാണ് ആര്? നമ്മുടെ കസ്തൂരംഗൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. K. കസ്തൂരംഗൻ. അടുത്തത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ NEP 2020 2020 ദേശീയ വിദ്യാഭ്യാസ നയം. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 അതിൻ്റെ രൂപീകരണത്തിന് കാരണമായത് കസ്തൂരംഗൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ്. അപ്പം NEP 2020 അദ്ദേഹത്തിന് നല്ലൊരു പങ്കുണ്ടായിരുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോൾ മനസ്സിലായല്ലോ. കസ്തൂരിരംഗൻ്റെ കാര്യം മനസ്സിലായല്ലോ. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കാര്യം മനസ്സിലായല്ലോ. അതിലെ പുനഃപരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ട സമിതി ചെയർമാനായിരുന്നു. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 രൂപീകരണത്തിന് കാരണമായ കസ്തൂരിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടാണ് അതിന് കാരണമായത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപീകരിക്കാൻ കാരണമായത് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ് കേട്ടോ. പിന്നെ അതിനൊക്കെ തന്നെ 5ാമത്തെ ചെയർമാനായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ ഭാസ്കര 1, ഭാസ്കര 2ൻ്റെ ഉപഗ്രഹങ്ങളുടെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എത്രാം വാർഷികമാണ്? 2025 ജൂൺ 25 ആചരിച്ചത്. ആഭ്യന്തര അടിയന്തരാവസ്ഥ അത് പഠിക്കണം. അടിയന്തരാവസ്ഥകൾ പഠിക്കണം. എത്ര വർഷം ഉണ്ടായി, എത്ര വട്ടം ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, ആര് സമയത്തായിരുന്നു എന്നൊക്കെ പഠിക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം നോക്കാം. അടിയന്തരാവസ്ഥ എന്താണെന്ന് നിങ്ങളുടെ
ആരെങ്കിലും ബേസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ബേസ് ആയിട്ട് അറിഞ്ഞുകൂടാന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തും കൂടി പോവാം. ഓക്കെ, അപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ എമർജൻസി എന്ന് പറയും. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് 2025 ജൂൺ 25 എന്നാൽ അപ്പം 1975 ജൂൺ 25 പ്രഖ്യാപിച്ചത്. ഓക്കെ, ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ 1975 1975 ജൂൺ 25 ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 50 വാർഷികമാണ് 2025 50ാമത്തെ വാർഷികമാണ് 2025 ആചരിച്ചത്. ഇന്ത്യയിൽ പ്രഖ്യാപിച്ച 3ാമത്തെ അടിയന്തരാവസ്ഥയാണിത്. എത്രാമത്തെ അടിയന്തരാവസ്ഥ? 3ാമത്തെ കേട്ടോ. അപ്പം 50ാമത്തെയാണ് എന്ത് 2025 ജൂൺ 25 ആചരിക്കുന്നത്. 50ാമത്തെ വാർഷികമാണ്. 1975 ആദ്യം നടന്നത്. 3ാമത്തെ അടിയന്തരാവസ്ഥയാണിത്. ഭരണഘടനാ അനുച്ഛേദം 352 പ്രകാരം കാണാൻ പഠിച്ചേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഏത് ആർട്ടിക്കിൾ പ്രകാരം? 352ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്. ഓക്കെ, അന്ന് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അന്ന് പ്രധാനമന്ത്രി ആരാ? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഇപ്പോൾ ഭരണഘടനാ അനുച്ഛേദം 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ സമയത്ത് പ്രധാനമന്ത്രി. അപ്പോൾ ഏത് ആർട്ടിക്കിൾ ഏതാ? 352. ഓക്കെ, 352 ആരായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? ഇന്ദിരാഗാന്ധി. അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ ജനതാ ഗവൺമെൻറ് 1977 നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് 1975 അടിയന്തരാവസ്ഥ വന്നല്ലോ. 1977 എന്ത് ചെയ്തു? ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ജനതാ ഗവൺമെൻറ് എന്ത് ചെയ്തു? ജനതാ ഗവൺമെൻറ് കമ്മീഷൻ നിയമിച്ചു. അതാണ് ഷാ കമ്മീഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെപ്റ്റംബർ 13 കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി വരുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ ഞാൻ ഇതിനൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് മാച്ച് ചെയ്തത്. നമുക്ക് ഇതിനകത്തൊരു റീക്യാപ്പ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് മൊത്തത്തിൽ ചേർത്ത് ഒരെണ്ണം കൂടി വരുന്നുണ്ട്. അതും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പം ഇത് പഠിച്ചിട്ട് പഠിച്ച് വയ്ക്കണം. ഞാൻ എക്സാം ഇടും. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. എക്സാംസ് ഇടും. അല്ലെങ്കിൽ നമുക്കൊരു ഓൺലൈൻ ക്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ സെഷനൊക്കെ വയ്ക്കാം ഭാവിയിൽ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത് പഠിച്ച് പോവുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വൃത്തിക്ക് പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക.